കൊല്ലുക, 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 എല്ലാ മുസ്ലിങ്ങളെയും കൊല്ലുക. കിൽ, കിൽ ഓൾ മുസ്ലിംസ് എന്നാണ് അതിലെ ന്യൂക്ലിയസ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, ഗാന്ധിയന്മാർ, സമാധാനവാദികൾ, ഫെഡറൽ കാഴ്ചപ്പാട് പുലർത്തുന്നവർ, നെഹ്റുയിസ്റ്റുകൾ, ഇവരൊന്നും യഥാർത്ഥ ഇന്ത്യക്കാരല്ല. ഇവരൊക്കെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും യഥാർത്ഥ ഇന്ത്യക്കാരനല്ല എന്നാണ് ഭാരതീയ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവ് ബൽരാജ് മധോക്ക്. ഒരു രാഷ്ട്രത്തെ ദൈവമായി കാണുന്നവർക്ക് ദൈവമായി കാണാം, എന്നാൽ ദൈവവിശ്വാസം ഉൾപ്പെടെയുള്ള എല്ലാ മതവിശ്വാസത്തിൽ നിന്നും പുറത്തു കടന്നവർക്കോ ഏതെങ്കിലും ഒരു മതവിശ്വാസം മറ്റു മതവിശ്വാസങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ജനായത്ത വിരുദ്ധമാണ് എന്ന് കരുതുന്ന എല്ലാ മതത്തിലും പെട്ട മതനിരപേക്ഷവാദികളുടെ കാഴ്ചപ്പാടിലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് അവതരിപ്പിക്കേണ്ടത് സംഘപരിവാർ ഫാസിസ്റ്റുകളുടെ അജണ്ടയാണ്. നിങ്ങൾ മതം മാറിയാൽ നിങ്ങളുടെ ദേശീയത നഷ്ടപ്പെടും. മതം മാറുന്നതോടെ ഒരു ഇന്ത്യക്കാരന് പൗരത്വം നഷ്ടപ്പെടുമെന്ന അതിവിചിത്രമായ സിദ്ധാന്തം. രാമായണം വിവർത്തനം ചെയ്തിട്ട് എൻ്റെ ചെവി പോയെങ്കിൽ ഞാൻ സാക്ഷാൽ ഋഗ്വേദം വിവർത്തനം ചെയ്യാൻ പോവുകയാണ്, എൻ്റെ കണ്ണ് പോയിക്കോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ പോരാട്ടത്തിൻ്റെ ഒരു ശബ്ദമുണ്ട്. വന്ദേ മാതരം ഒരു കാലത്ത് ഇന്ത്യൻ ജനതയുടെ അദമ്യമായ സ്വാതന്ത്ര്യ മോഹത്തിന്, ദാഹത്തിന് ഇന്ധനം പകർന്ന ഓരോ ഇന്ത്യക്കാരനെയും ഉന്മാദം കൊള്ളിച്ചു. സ്വാതന്ത്ര്യമല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യവുമായി ഒരു ജനത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് മാർച്ച് ചെയ്ത ഏറ്റവും ഗംഭീരമായ, സാധാരണഗതിയിൽ നമ്മുടെ ഒരു വിവരണത്തിൻ്റെ അളുക്കിലും കൊള്ളാത്ത വലിയ മൂല്യമുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് സത്യത്തിൽ ഒരു ദേശീയ ഗീതമായി ഇന്ത്യ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ വന്ദേ മാതരം സംബന്ധിച്ചുള്ള സംവാദങ്ങളിൽ, ആരോഗ്യകരമായ സംവാദമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വിചാരിക്കുന്നില്ല. കാരണം അത് വിവാദത്തിലേക്ക് വഴുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വന്ദേ മാതരത്തിൻ്റെ ചരിത്രം എന്താണ്, അത് രൂപപ്പെട്ട പശ്ചാത്തലം എന്താണ്, അന്ന് അത് ഉൽപ്പാദിപ്പിച്ച ഊർജം എന്താണ്, ഇന്ന് അത് ഉൽപ്പാദിപ്പിക്കുന്ന ജനവിരുദ്ധതയുടെ ആഴം എത്രയാണ് എന്നൊക്കെ കൃത്യം ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്, വന്ദേ മാതരം 1775 നവംബറിൽ എഴുതപ്പെടുമ്പോൾ ആ എഴുതപ്പെട്ട വന്ദേ മാതരം ഏതൊരു ഇന്ത്യക്കാരൻ മാത്രമല്ല, പ്രകൃതിയോട് ആദരവുള്ള ഏതൊരാൾക്കും ചൊല്ലാവുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ 1775 രൂപപ്പെടുത്തപ്പെട്ട ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം എന്ന ഗീതം 1882 ആനന്ദമഠം എന്ന അദ്ദേഹത്തിന്റെ നോവലിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെന്ത് മാറ്റമാണ് സംഭവിച്ചത്? അതാണ് ഒന്നാമത് ആലോചിക്കേണ്ട പ്രശ്നം. വന്ദേ മാതരം സംബന്ധമായ സംവാദങ്ങളിൽ മുമ്പ് അത് ചൊല്ലിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ അത് ചൊല്ലുന്നതിന് എന്താണ് തടസ്സം എന്നൊരു ചോദ്യം സംഘപരിവാർ പ്രതിഭകൾ ഉയർത്തുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ എത്ര ശരിയാണ് ആ ചോദ്യം എന്നാരും കരുതിപ്പോകും. രവീന്ദ്രനാഥ ടാഗോർ ചൊല്ലിയിട്ടില്ലേ, പിന്നെയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ മടി എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഈ ചരിത്രം. രവീന്ദ്രനാഥ ടാഗോർ ചൊല്ലിയത് ഇന്ത്യൻ ജനത മുഴുവൻ മുമ്പും ഇന്നും ചൊല്ലാൻ സന്നദ്ധമാകുന്നത് വന്ദേ മാതരത്തിലെ ഇന്ത്യയുടെ പ്രകൃതി സൗന്ദര്യത്തെ, ഒരുപക്ഷെ ഇന്ത്യയുടെ എന്ന് പോലും കൃത്യമായി പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് സംശയാസ്പദമാണ്. കാരണം വംഗദേശീയതയുടെ, ബംഗാൾ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ബംഗാളിൻ്റെ ഒരു ഊർജം, ബംഗാളിലെ സമരങ്ങളുടെ ഒക്കെ ഒരു ഊർജം
അത് ഇന്ത്യയിൽ ബംഗാളിൽ മാത്രമായിട്ടല്ല, ഇന്ത്യയിലാകെ അത് ഉൽപ്പാദിപ്പിച്ച ഒരു സ്വാതന്ത്ര്യമോഹം ആ അർത്ഥത്തിലാണ്. എന്നാൽ 1775 കഴിഞ്ഞ് 7-8 കൊല്ലങ്ങൾ കഴിഞ്ഞ് ആനന്ദമഠം എന്ന നോവൽ എഴുതപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അതിൽ പ്രത്യേകമായി ചേർക്കപ്പെട്ട ഭാഗം, ആ ഭാഗമാണ് വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ ദുർഗാസ്തുതിയാണ്. അതിൽ ദുർഗയും സരസ്വതിയും ലക്ഷ്മിയും ഒക്കെ വരുന്നുണ്ട്. ഇവരൊന്നും ഇന്ത്യൻ ജനതക്കോ അല്ലെങ്കിൽ പുരാണ പരിചയമുള്ള അല്ലെങ്കിൽ ഭക്തിയുള്ള, ഭക്തി എന്ന് പറയുമ്പോൾ ദുർഗയിലും ലക്ഷ്മിയിലും സരസ്വതിയിലും ഒക്കെ ഭക്തിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരിചിതമാണ്. ആ അർത്ഥത്തിൽ സരസ്വതി പൂജ, സരസ്വതിയെ വന്ദിക്കുന്നവർക്ക് നിർവഹിക്കാൻ പ്രത്യേകിച്ച് ആരുടെ അനുവാദം ആവശ്യമില്ല. അതുപോലെ തന്നെ സരസ്വതിയെ പൂജിക്കാത്തവർക്ക്, ദുർഗയെ പൂജിക്കാത്തവർക്ക് പൂജിക്കാതിരിക്കാനും ആരുടെയും അനുവാദം ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് കൂട്ടിച്ചേർത്ത വന്ദേമാതരത്തിലെ ഭാഗം ഇന്ത്യൻ മതനിരപേക്ഷതക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ് അടിസ്ഥാന വസ്തുത. ഇവിടെ ഒരു പ്രശ്നം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വന്ദേമാതര സംവാദത്തെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നത് വന്ദേമാതരത്തോടും ഇന്ത്യയിലെ വ്യത്യസ്ത മതങ്ങളോടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടും നാം ചെയ്യുന്ന അന്യായമായിരിക്കും. കാരണം ദുർഗാസ്തുതി എന്നുള്ളതിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം അവർക്ക് ദുർഗയെ സ്തുതിക്കാം. അതേസമയം ഹിന്ദുമതത്തിലെ തന്നെ വലിയൊരു വിഭാഗം, പിൽക്കാലത്ത് ഹിന്ദുമതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട അടിസ്ഥാന ജനത അടക്കം, അവർ ദുർഗാദേവിയെ അല്ല, ദുർഗാദേവിയാൽ കൊല്ലപ്പെട്ട മഹിഷാസുരനെയാണ് അവർ ആദരപൂർവ്വം കൊണ്ടാടുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, സമീപകാലത്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അവർ മഹിഷാസുരൻ രക്തസാക്ഷി ദിനം ആചരിക്കുകയുണ്ടായി. ദുർഗാദേവിയാൽ കൊല്ലപ്പെട്ട മഹിഷാസുരൻ ഇന്ത്യയിലെ അടിസ്ഥാന ജനതയുടെ നായകനാണ്, അവരുടെ ആശയും ആവേശവുമാണ്, ഭൂസംരക്ഷകനാണ്, സമാധാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ മഹിഷാസുര വധത്തെ അവർ കാണുന്നത് തദ്ദേശീയ ജനതയുടെ വംശഹത്യയുടെ ഭാഗമായിട്ടാണ്. JNUവിൽ മഹിഷാസുര രക്തസാക്ഷി ദിനം ആചരിച്ചപ്പോൾ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ പ്രകോപിതരായി. ഹിന്ദുമതമല്ല പ്രകോപിതമായത്, അടിവര, മറിച്ച് ഇന്ത്യൻ ഫാസിസ്റ്റുകളാണ് പ്രകോപിതമായത്. അവർ മഹിഷാസുരനെ ആദരിച്ചതിൽ മാത്രമല്ല, JNUവിൽ മഹിഷാസുരനെ ആദരിക്കുക, അതോടൊപ്പം അവിടെ ബീഫ് അവർ ഭക്ഷണമായിട്ട് ആ ഒരു പദ്ധതിയുടെ കൂടെ ചേർക്കുകയും ചെയ്തപ്പോൾ അത് ഇന്ത്യൻ ഫാസിസത്തെ വളരെ പ്രകോപിപ്പിച്ചു. JNU പോലുള്ള ഒരു സർവകലാശാലക്കകത്ത് വിദ്യാർത്ഥികളെ ദേശീയബോധമുള്ളവരാക്കാൻ അവർ സൈനിക ടാങ്ക് സ്ഥാപിച്ചു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വന്ദേമാതരം ആലപിക്കാവുന്നതാണ്, എന്നാൽ അത് പൂർണ്ണ രൂപത്തിൽ ആലപിക്കുമ്പോൾ അത് മാതരത്തിന്റെ ആദ്യ ഭാഗത്തിനു കൂടി സത്യത്തിൽ പരിക്കേൽപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ വന്ദേമാതരത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴത്തിലുള്ള അന്വേഷണം നമ്മൾ നിർവഹിക്കേണ്ടത് വന്ദേമാതരത്തിൽ തുടങ്ങി വന്ദേമാതരത്തിൽ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടല്ല, അതിന് പകരം ഇന്ത്യൻ ജനതയെ, ആ ജനങ്ങളിൽ തന്നെ ഭൂരിപക്ഷം വരുന്നൊരു ജനവിഭാഗത്തെ, കൃത്യം പറഞ്ഞാൽ ജാതി മേൽക്കോയ്മയെ എതിർക്കുന്ന ഇന്ത്യയിലെ ആദിമ ജനത, ഇന്ത്യയിലെ ദളിത് സമൂഹങ്ങൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നിവർ മാത്രമല്ല, സിഖുകാരും ബുദ്ധരും ജൈനരും അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ അതിന്യൂനപക്ഷമാണെങ്കിലും ഇന്ത്യയിലെ മതരഹിതർ, ഹിന്ദുമത വിശ്വാസികളാണെങ്കിലും, ഞാൻ ഉദ്ദേശിക്കുന്നത് ദുർഗാദേവിയെ പൂജിക്കുന്നവരാണെങ്കിലും, അവർ യഥാർത്ഥ ഭക്തരാണെങ്കിൽ ദുർഗാദേവിയോട് ആദരവില്ലാത്തവർ അവരെ പൂജിക്കേണ്ടതില്ല എന്ന നിലപാട് പുലർത്തുന്ന ഹിന്ദുമത ഭക്തരായ, ദുർഗാ ഭക്തരായ ഒരുപാട് പേർ, ഇവരൊക്കെ ഇതിന്റെ ആദ്യ ഭാഗം മാത്രമാണ് പൊതുവായി ആലപിക്കേണ്ടത്. രണ്ടാമത്തെ ഭാഗം മതപരമാണ്. മതപരം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് ജാതി മേൽക്കോയ്മയുമായി
ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ പ്രശ്നം, ഈ മേൽക്കോയ്മ ദേശീയത ഇന്ത്യൻ ജനതക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അതിക്രമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മേൽക്കോയ്മ ദേശീയത എന്ന് പറയുന്നത് ജാതി മേൽക്കോയ്മയുടെ ദേശീയ കാഴ്ചപ്പാടാണ്. സൂക്ഷ്മാർത്ഥത്തിൽ അതിന് ദേശീയതയായിട്ട് ഒരു ബന്ധവുമില്ല. അത് എളുപ്പം വ്യക്തമാക്കാൻ ഞാൻ വിചാരധാരയിൽ നിന്നുള്ള ഉദാഹരണം പറയാം. ഹെഡ്ഗേവാറോ അല്ലെങ്കിൽ സവർക്കറോ വിചാരധാരയിലോ ഒക്കെ വന്നിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, ഗാന്ധിയന്മാർ, സമാധാനവാദികൾ, ഫെഡറൽ കാഴ്ചപ്പാട് പുലർത്തുന്നവർ, നെഹ്റുയിസ്റ്റുകൾ, ഇവരൊന്നും യഥാർത്ഥ ഇന്ത്യക്കാരല്ല. ഇവരൊക്കെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന കാഴ്ചപ്പാടാണ് മേൽക്കോയ്മ ദേശീയത പുലർത്തുന്നത്. എന്തിന്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും യഥാർത്ഥ ഇന്ത്യക്കാരനല്ല എന്നാണ് ഭാരതീയ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവ് ബൽരാജ് മധോക്ക് ജലന്ധർ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചത്. അദ്ദേഹം തന്നെ ചോദ്യം ചോദിച്ചു, ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ പ്രധാനമന്ത്രി ആരാണ്? അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു, ലാൽ ബഹദൂർ ശാസ്ത്രി. അതിന്റെ അർത്ഥം നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അയാൾ ഇന്ത്യക്കാരനല്ല. അങ്ങനെ ഇന്ത്യക്കാരല്ലാതാക്കുന്ന ഏറ്റവും വിധ്വംസകമായ പ്രവർത്തനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന വന്ദേ മാതരത്തെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ ജനത ആവേശത്തോടെ ചൊല്ലിയ ആ വന്ദേ മാതരമല്ല, അത് ഉൽപ്പാദിപ്പിച്ച ഊർജമല്ല, ഇന്ന് അതേ വന്ദേ മാതരം നിർബന്ധമായി പൂർണ്ണ രൂപത്തിൽ ചൊല്ലണമെന്ന് ഇന്ത്യൻ ഭരണകൂടം കൽപ്പിക്കുമ്പോൾ ആ കൽപ്പനക്കു മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ തയ്യാറാകുമ്പോൾ അതിനെതിരെ മേൽക്കോയ്മ ദേശീയതക്കെതിരെ നിരന്തരമായ സമരം നടത്തി മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച കേരളത്തിലെ സർക്കാരും വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ അസംബ്ലിയിൽ ചൊല്ലിയപ്പോൾ സത്യത്തിൽ കേരളത്തിന്റെ മതനിരപേക്ഷ ബോധം അതേതെങ്കിലും ഒരു പാർട്ടിയുടെ, ഏതെങ്കിലും ഒരു മതത്തിന്റെ സ്വകാര്യ പ്രശ്നമല്ല. ദേശീയ ബോധമുള്ള മേൽക്കോയ്മ ദേശീയതയെ, ഞാൻ നേരത്തെ പറഞ്ഞു, നെഹ്റുവിനെ പോലും ഇന്ത്യക്കാരനായി അംഗീകരിക്കാത്ത ഇന്ത്യൻ ഫാസത്തിന്റെ മേൽക്കോയ്മ ദേശീയതയുടെ ഒരു മാനിഫെസ്റ്റോ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരാശയത്തെ കേരളത്തിന്റെ പ്രിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെ അംഗീകരിച്ചപ്പോൾ അത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യ ഉയർത്തിപ്പിടിക്കേണ്ട മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് മുറിവേൽപ്പിക്കുമെന്ന് മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, മുമ്പ് അതേക്കുറിച്ച് ഞാൻ എഴുതിയിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ്, 2 ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് മുന്നോട്ട് വെച്ചത്. ആദ്യത്തേത്, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ടെങ്കിൽ പോലും അത് സുപ്രീം കോടതി വിശദമാക്കിയിട്ടുണ്ട്, അത് അഡ്വൈസറിയാണ്, അത് നിർബന്ധമല്ല, അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒരു ശിക്ഷയുമില്ല, അതുകൊണ്ട് അത് പൂർണ്ണ രൂപത്തിൽ ചൊല്ലേണ്ടതില്ലായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമാണ്, ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് പിന്നീട് ഇതേക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. പക്ഷെ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതൊരു വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ചൊല്ലണോ വേണ്ടയോ എന്നത് മാത്രമായി നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല. ഞാൻ വീണ്ടും ആദ്യം പരാമർശിച്ച ആനന്ദമഠത്തിലേക്ക്, ആ ആനന്ദമഠത്തിലാണല്ലോ വന്ദേ മാതരത്തിന്റെ ഇപ്പോൾ വിമർശന വിധേയമായിട്ടുള്ള പൂർണ്ണ ഭാഗം വന്നിട്ടുള്ളത്. എന്താണ് വന്ദേ മാതരം ന്യൂക്ലിയസ് ആയിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം നൽകുന്ന സന്ദേശം ഒറ്റ വാചകത്തിൽ ഒതുക്കി പറഞ്ഞാൽ, കൊല്ലുക, 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 എല്ലാ മുസ്ലിങ്ങളെയും കൊല്ലുക, കിൽ കിൽ ഓൾ മുസ്ലിംസ് എന്നാണ് അതിലെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ താക്കോൽ വാക്യങ്ങളിൽ ഒന്ന്. അവിടെ അവസാനിക്കുന്നില്ല. അതിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്,
നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ദിവസം വരും. അന്ന് പള്ളികളൊക്കെ പൊളിക്കപ്പെടും. സത്യത്തിൽ സംസുൽ ഇസ്ലാമിനെ പോലുള്ള സാംസ്കാരിക വിമർശകർ കൃത്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആനന്ദമഠം മുന്നോട്ട് വെക്കുന്ന ഈ കാഴ്ചപ്പാടിന്റെ തുടർച്ചയിലാണ് ബാബറി പള്ളിയുടെ പൊളിക്കലും 2002 ഗുജറാത്തിലെ വംശഹത്യയും തുടർന്ന് നടന്ന പല കൊള്ളരുതായ്മകൾക്ക് ഊർജം കിട്ടിയത് ഈ ആനന്ദമഠത്തിൽ നിന്നാണ് എന്ന് പല വിമർശകരും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലെ കൊലവിളിയാണ് തീർച്ചയായിട്ടും വിമർശിക്കപ്പെട്ടത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു രാഷ്ട്രത്തെ ദൈവവൽക്കരിക്കാമോ, ഒരു രാഷ്ട്രത്തെ പിശാചുവൽക്കരിക്കാമോ എന്ന ചോദ്യം ഉയരുന്നത്. ഒരു രാഷ്ട്രത്തെ ദൈവമായി കാണുന്നവർക്ക് ദൈവമായി കാണാം. എന്നാൽ ദൈവവിശ്വാസം ഉൾപ്പെടെയുള്ള എല്ലാ മതവിശ്വാസത്തിൽ നിന്നും പുറത്തു കടന്നവർക്കോ ഏതെങ്കിലും ഒരു മതവിശ്വാസം മറ്റു മതവിശ്വാസങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ജനായത്ത വിരുദ്ധമാണ് എന്ന് കരുതുന്ന എല്ലാ മതത്തിലും പെട്ട മതനിരപേക്ഷവാദികളുടെ കാഴ്ചപ്പാടിലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് അവതരിപ്പിക്കേണ്ടത് സംഘപരിവാർ ഫാസിസ്റ്റുകളുടെ അജണ്ടയാണ്. കാരണം ആനന്ദമഠം ബ്രാഹ്മണ സ്തുതിയും ബ്രിട്ടീഷ് സ്തുതിയും സംയോജിച്ച ഒരു രചനയാണ്. അത് ഇന്ത്യയിലെ അടിസ്ഥാന ജനതക്കെതിരാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ അടിസ്ഥാന ജനതക്കെതിരെയുള്ള ഒരു കാര്യത്തെ, മതനിരപേക്ഷതക്കെതിരെയുള്ള ഒരു കാര്യത്തെ ഇന്ത്യയിലെ മുഴുവൻ ജനതയും ഒന്നിച്ചാണ് നേരിടേണ്ടത്, ഒന്നിച്ചാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വന്ദേമാതരം സംബന്ധിച്ച വിവാദം ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല, മറിച്ച് അത് ഇന്ത്യൻ ജനതയും ഇന്ത്യൻ ഫാസിസവും തമ്മിലുള്ള ഒരു അഭിമുഖീകരണത്തിന്റെ പ്രശ്നമാണ്. അവിടെയാണ് നമ്മൾ അത് അടയാളപ്പെടുത്തേണ്ടത്. എന്നാൽ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനതയും ഫാസിസവും തമ്മിലുള്ള പ്രശ്നത്തെ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാക്കി തീർക്കേണ്ടത് അവരുടെ ഒരു അജണ്ടയാണ്. ഞാൻ ഇത്രയും വിവരിക്കാൻ ശ്രമിച്ചത് നമ്മുടെ സംവാദം ഒരു വലിയ പരിധി വരെ ഫാസിസ്റ്റ് അജണ്ടക്കകത്തു നിന്ന് അതേ അല്ല എന്ന് പറയുന്ന ഒരന്തരീക്ഷത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നുണ്ടോ? അത് ജനായത്തവാദികൾ സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ട മൗലികമായൊരു പ്രശ്നമാണ്. ഇത് വന്ദേമാതരത്തിൽ മാത്രം നിൽക്കുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഈ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഒരു വിവാദമാക്കാൻ ശ്രമിച്ചുകൊണ്ട് സംഘപരിവാർ പക്ഷത്തുള്ള പ്രതിഭാശാലികളായ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് സിഖ് റെജിമെന്റ് ഉണ്ട്, അവിടെ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അതിൻ്റെ പ്രധാന വാക്യമായി ഗുരുഗ്രന്ഥത്തിൽ നിന്നെടുത്ത സിഖുകാരുടെ ഗ്രന്ഥസാഹിബിൽ നിന്നെടുത്ത വാക്യങ്ങളല്ല ഉള്ളത്. അതൊക്കെ നമ്മുടെ വേദങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളിൽ നിന്നൊക്കെ ഉള്ളതാണല്ലോ. അതൊക്കെ അംഗീകരിക്കാമെങ്കിൽ പിന്നെ ദുർഗാപൂജ അംഗീകരിച്ചാൽ എന്താണ് കുഴപ്പം? ഇതിൽ രണ്ട് തെറ്റുണ്ട്. ഒന്ന്, ദുർഗാദേവിയിൽ ആത്മാർത്ഥമായി ഭക്തി ഇല്ലാത്ത ഒരാൾ അടിച്ചേൽപ്പിക്കലിന്റെ ഭാഗമായിട്ട് ദുർഗാപൂജയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് ആ ദേവവിശ്വാസത്തിനും ഒരു വെല്ലുവിളിയായിരിക്കും. അത് ചെയ്യുന്ന ആളുടെ ആത്മാഭിമാനത്തിനും അത് മുറിവുണ്ടാക്കും. രണ്ട്, ഇന്ത്യയിൽ വന്ദേമാതരം സംബന്ധമായി മാത്രമല്ല, ഇന്ത്യയിൽ ഔദ്യോഗികമായി നടത്തുന്ന പല അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും പേരുകളും ഒക്കെ പരിശോധിച്ചാൽ ജാതി മേൽക്കോയ്മയുടേതായ കാഴ്ചപ്പാടിലൂടെയാണ് അത് സ്വാതന്ത്ര്യ സമരകാലം തൊട്ട് തന്നെ മുമ്പോട്ട് വന്നിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ നമ്മൾ അമ്പരന്ന് പോകും. മഹാത്മാഗാന്ധി സത്യത്തിൽ ജാതി മേൽക്കോയ്മയുടെ ഭീകരതകൾക്കെതിരെ, അയിത്തം ഉൾപ്പെടെയുള്ളതിനെതിരെ പൊരുതിയിട്ടുണ്ട്. പക്ഷേ അയിത്തത്തിനെതിരെയാണ് അദ്ദേഹം പൊരുതിയത്, മറിച്ച് ജാതിക്കെതിരെ, ജാതി നിർമൂലനം എന്നൊരാശയം മഹാത്മാഗാന്ധിക്ക് പോലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജാതി മേൽക്കോയ്മയുടെ അനുഷ്ഠാനങ്ങളും അതിൻ്റെ വാക്യങ്ങളുമൊക്കെ ഇന്ത്യൻ ജീവിതത്തിൽ പല ഭാഗത്തായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ കൂടിയുള്ള വിപുലമായൊരു ജനകീയ അന്വേഷണമാണ് സത്യത്തിൽ കീഴാള സമൂഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഹിഷാസുരൻ വില്ലനായിട്ടാണ് നേരത്തെ പൊതുവെ കരുതപ്പെട്ടത്. പക്ഷേ മഹിഷാസുരൻ വില്ലനല്ല, നായകനാണ്. അതുപോലെ തന്നെ വിദ്യാദേവതയായി പൊതുവെ അംഗീകരിക്കപ്പെടുന്നത് സരസ്വതിയാണ്. സരസ്വതിയെ വിദ്യാദേവതയായി പരിഗണിക്കാൻ, പൂജിക്കാൻ
സരസ്വതി ദേവിയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗം അവർ കൃത്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സരസ്വതി അല്ല, ഞങ്ങളുടെ സാവിത്രിയാണ് ഞങ്ങളുടെ വിദ്യാദേവത. അവർ ചരിത്രമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സാവിത്രി ഭൂലെയാണ്, ജ്യോതിബ ഫൂലെയുടെ പങ്കാളിയായ സാവിത്രി ഭൂലെയാണ് അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ നേതൃത്വമായി തീർന്നത്. ഇന്ത്യയിലെ കീഴാള പ്രസ്ഥാനങ്ങളാണ് അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അവർക്ക് അവരുടേതായുള്ള ഒട്ടേറെ രൂപകങ്ങളും അനുഷ്ഠാനങ്ങളും ഗാനങ്ങളും ചൊല്ലുകളും മിത്തുകളും എല്ലാം ഉണ്ട്. അതിന് ഇന്ന് നേതൃത്വം കിട്ടിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അത് തോൽപ്പിക്കപ്പെട്ടു എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് പല ബ്രാഹ്മണിക് ആചാരങ്ങളും പിന്തുടരുന്നവർ ഈ ഒരു സ്തുതി മാത്രം വരുമ്പോൾ സംഭ്രമിക്കുന്നു എന്ന ചോദ്യം ഗുരുതരമായ തെറ്റാണ്. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും, അദ്ദേഹം ഒരു അഗ്നോസിസ്റ്റാണ്, അജ്ഞേയവാദിയാണ്, അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യവുമില്ല. എന്നിട്ട് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ലാത്ത ബ്രാഹ്മണ പുരോഹിതർ നിർദ്ദേശിച്ച പൂജയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടി വന്നു. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന നെഹ്റുവിന് ഉണ്ടായ അനുഭവം ഇതാണെങ്കിൽ, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യർ ഈ ജാതി മേൽക്കോയ്മ കെട്ടിവെച്ച പല കാര്യങ്ങളും പിന്തുടരേണ്ടി വരും എന്നതിൽ തർക്കമില്ല. അതിനെ വിമർശനാത്മകമായി പരിശോധിക്കുന്നതിന് പകരം അതൊക്കെ തുടരുന്നില്ലേ, എന്നാൽ ഇതും തുടർന്നാൽ പോരെ എന്ന ചോദ്യം ചരിത്രപരമായി ശരിയല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും കഥകളെ കുറിച്ചുള്ള പ്രശ്നമല്ല. ഇപ്പം മഹിഷാസുരനാണോ ദുർഗാദേവിയാണോ എന്നുള്ളത് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് വിശ്വസിക്കുകയോ അല്ലാത്തവർക്ക് അതിനെ ആവിധം കാണുകയോ ചെയ്യാം. എന്നാൽ ഇതൊരു ഭരണകൂടത്തിന്റെ നയമായി തീരുമ്പോൾ അവിടെയാണ് പ്രശ്നം. കാരണം ഭരണകൂടം എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആഘോഷങ്ങളെയും ഒക്കെ പരിഗണിക്കണമല്ലോ. എല്ലാ മനുഷ്യരും, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്ത്യക്കാരാണല്ലോ. പക്ഷേ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അത് അംഗീകരിക്കുകയില്ല. അവർ പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മേൽ അവർ അടിച്ചേൽപ്പിക്കുന്നത് അവർക്കൊരു കുലധർമ്മമുണ്ട്, ഒരു സമാജധർമ്മമുണ്ട്, അവർക്കൊരു വ്യക്തിധർമ്മമുണ്ട്. നിങ്ങൾ കുലധർമ്മത്തിലും സമാജധർമ്മത്തിലും ഒക്കെ ഇന്ത്യയിലെ ജാതി മേൽക്കോയ്മ പറയുന്നത് അനുസരിക്കണം. വ്യക്തിധർമ്മത്തിൽ മാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വേറിട്ട വിശ്വാസം ഉണ്ടെങ്കിൽ അത് പാലിക്കാമെന്നാണ്. ഇതിന്റെ തുടർച്ചയായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ എല്ലാ സൈദ്ധാന്തിക കൃതിയിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ അടങ്ങിയിട്ടുള്ള മതനിരപേക്ഷതക്കും മാനവികതക്കും മുറിവേൽപ്പിക്കുന്ന വളരെ മൗലികമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ മതം മാറിയാൽ നിങ്ങളുടെ ദേശീയത നഷ്ടപ്പെടും. മതം മാറുന്നതോടെ ഒരു ഇന്ത്യക്കാരന് പൗരത്വം നഷ്ടപ്പെടുമെന്ന അതിവിചിത്രമായ സിദ്ധാന്തം. ഇങ്ങനൊരു സിദ്ധാന്തം ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ എപ്രകാരമാണ് അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നത് എന്നാലോചിച്ചാൽ അവിടെയാണ് കുലധർമ്മം, സമാജധർമ്മം, ഇന്ത്യ, ഭാരതം, പുണ്യഭൂമി. നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. സവർക്കറും അതുപോലെ ഗോൾവൽക്കറും ഇന്ത്യൻ ഫാസിസത്തിന്റെ എല്ലാ സൈദ്ധാന്തികരും ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ദേവഭൂമിയാണ്, കർമ്മഭൂമിയാണ്, മോക്ഷഭൂമിയാണ്. ഇവിടെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അതിന് ലോകത്തിലെ മറ്റേതെങ്കിലും സ്ഥലത്ത് നല്ല കാര്യം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പുണ്യമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ജാതി മേൽക്കോയ്മയുടെ ഭാഗമായി ജീവിതം തുടരുന്നവർക്ക് അതൊക്കെ വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ട് ഞാൻ സംഗ്രഹിച്ച് പറയാൻ ശ്രമിക്കുന്നത്, വ്യത്യസ്തമായ വിശ്വാസങ്ങൾ പുലർത്തുന്ന മനുഷ്യർക്ക് അവരുടെ വിശ്വാസങ്ങൾ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന, ഒരു തരത്തിലുള്ള മതവിശ്വാസവും പുലർത്താത്തവർക്ക് അവരുടെ മതവിശ്വാസമില്ലായ്മ പുലർത്താൻ കഴിയുന്ന ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് വിട്ടുപോയ കാര്യം, ഇതൊരു കഥയുടെ പ്രശ്നമല്ല, ഇത് നമ്മുടെ കൾച്ചറൽ മെമ്മറി,
സാംസ്കാരിക സ്മൃതിയുടെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു വർഗസമരമാണ്. ആ സാംസ്കാരിക സ്മൃതിയുടെ മണ്ഡലത്തിൽ വർഗസമരം നടക്കുമ്പോൾ പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്ന ജാതി മേൽക്കോയ്മയുടെ മിത്തിന്, ജാതി മേൽക്കോയ്മ പോലും അത് ചരിത്രമായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ജാതി മേൽക്കോയ്മയുടെ മിത്തിനെ ജനായത്തവാദികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പകരം ഒരുപക്ഷെ മറ്റ് മിത്തുകൾ, അതിലൊരു മിത്ത് കേരളത്തെക്കുറിച്ച് പോലുമല്ല, കേരളം മുഴുവൻ അടങ്ങുന്ന ഭൂമിയെക്കുറിച്ച് മനോഹരമായൊരു മിത്തുണ്ട്. ആ മിത്ത് ഏഴുമണിത്തുമ്പികൾ ഏഴുരുള്ള മണ്ണുരുട്ടിയിട്ടാണ് ഈ ഭൂമിയെ ഉണ്ടാക്കിയത്. അതും മിത്താണ്. പക്ഷെ ആ മിത്തിൽ അധ്വാന മഹത്വത്തെ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ പരശുരാമ കഥയിൽ എന്താണുള്ളത്? അതുകൊണ്ട് ജാതി മേൽക്കോയ്മക്ക് അതിൻ്റെതായ മിത്തുണ്ട്, ജാതി മേൽക്കോയ്മയിൽ നിന്ന് വ്യത്യസ്തമായവർക്ക് അവരുടേതായ മിത്തുണ്ട്. മിത്തിന്റെ മണ്ഡലത്തിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ സമരങ്ങളിൽ ജനായത്തം എവിടെ നിൽക്കണം എന്നുള്ളതാണ് മൗലികമായ ചോദ്യം. അതുകൊണ്ട് വന്ദേമാതരം സംബന്ധിച്ച് ഫാസിസ്റ്റുകൾ സൃഷ്ടിക്കുന്ന പുകമറകൾ, അവരുടെ കൃത്രിമമായ വിവാദങ്ങളെ ആരോഗ്യകരമായ സംവാദത്തിലേക്ക് വികസിപ്പിക്കുക, വിമോചിപ്പിക്കുക എന്നുള്ളതാണ് ജനായത്തത്തിൻ്റെ ദൗത്യം. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ എല്ലാതരം അനുഷ്ഠാനങ്ങളെയും എല്ലാതരം ആചാരങ്ങളെയും, ഇപ്പൊ ഇന്ത്യയിൽ ഒരു കപ്പൽ കടലിലേക്ക് ഇറക്കുമ്പോൾ, ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഒക്കെ ബ്രാഹ്മണ പുരോഹിതരുടെ പൂജ നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കുന്നത് കൊണ്ട് ഇതും നടത്തിക്കൂടെ എന്ന ചോദ്യം, അത് നടത്തുന്നത് തന്നെ ജനായത്തം അംഗീകരിക്കുന്നില്ല. അതിനെതിരെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ എന്തിനാണ് ബ്രാഹ്മണ പുരോഹിതരുടെ പൂജ? ആ പൂജയ്ക്ക് വേണ്ടി എത്ര പണമാണ് ചെലവഴിക്കുന്നത്? എത്ര തെറ്റായ ആശയങ്ങളാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? അങ്ങനെയാണോ വേണ്ടത്? ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രാഥമികമായ കാര്യം, ഇന്ത്യയുടെ മനോഹാരിത എന്ന് പറയുന്നത് അതിൻ്റെ വൈവിധ്യമാണ്, വിസ്മയിപ്പിക്കുന്ന വൈവിധ്യമാണ്. ആ വൈവിധ്യത്തെ, ആ ബഹുസ്വരതയെ, ആ നാനാത്വത്തെ, ആ അനേകതയെ, ആ പലമയെ ആദരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ദേശീയതയുടെ പേരിൽ അടിച്ചേൽപ്പിക്കലുകൾ, അവിടെയാണ് ജനകീയ ദേശീയത, മതനിരപേക്ഷ ദേശീയത, അതിനെയൊക്കെ മറിച്ചിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുകൾ ഉണ്ടാവുന്നത്. അതിനെ ചെറുക്കുന്നതിൽ എന്നും ധീരമായി മുന്നിൽ നിന്നിട്ടുണ്ട് ജനായത്ത മതനിരപേക്ഷ ഇടതുപക്ഷ കേരളം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജനായത്ത വിരുദ്ധമായ, മതനിരപേക്ഷ വിരുദ്ധമായ കാര്യങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുമ്പും കേരള അസംബ്ലി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫാസിസത്തിന്റെ കൽപ്പനകളെ കേരള അസംബ്ലി ഒന്നിച്ചു തള്ളിയ നിരവധി സന്ദർഭങ്ങളുണ്ട്. അത് ഓർമ്മിച്ചുകൊണ്ട് കേരളം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഫെഡറലിസം എന്നുള്ളത് നമ്മുടെ ദേശീയതയുടെ ഒരു കരുത്താണ്. ആ ഫെഡറൽ മൂല്യങ്ങളെയാണ് കൊലവിളിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കേരളം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം കേരളം നടത്തിയ ചെറുത്തുനിൽപ്പുകൾ 2026 മാത്രമല്ല, കേരളം രൂപപ്പെട്ടു വരുന്നൊരു പ്രക്രിയ പരിശോധിച്ചാൽ അതിൽ കീഴാള നവോത്ഥാനം, ആ നവോത്ഥാനം സത്യത്തിൽ അവിടെയാണ് ഞാനിത് താൽക്കാലികമായിട്ട് സംഗ്രഹിക്കുന്നത്. അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ ഈ മുന്നോട്ട് വെക്കുന്ന ജാതി മേൽക്കോയ്മയുടെ കാഴ്ചപ്പാടിനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ എങ്ങനെ കേരളത്തിലെ കീഴാള നവോത്ഥാനവും ഇടതുപക്ഷ രാഷ്ട്രീയവും ചോദ്യം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ ഞാൻ മേൽക്കോയ്മ ദേശീയതയെ അപനിർമ്മിക്കുന്നതിൽ കേരളീയ സമൂഹം നടത്തിയ 6 പ്രധാന ചുവടുവെപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അതിൽ ഒന്നാമത്തേത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ശ്രീരാമദേവനെ ആദരിക്കുന്ന രാമ രാമ രാമ
എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നാമം ജപിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് രാമഭക്തി എന്നുള്ളത് ഇന്ത്യൻ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ രാമേതര ഭക്തി, രാമഭക്തിയുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റ് നിരവധി ഭക്തി സമ്പ്രദായങ്ങളും ഇന്ത്യയിലുണ്ട് എന്നത് അത്രമാത്രം സത്യമാണ്. അതുപോലെ തന്നെ തീവ്ര രാമവിമർശം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. നാലാമത്തേത് യഥാർത്ഥ രാമഭക്തി, അതോടൊപ്പം തന്നെ രാമേതര ഭക്തികൾ, രാമവിമർശനങ്ങൾ. നാലാമത്തേത് ഇതിനെ മുഴുവൻ അപനിർമ്മിക്കുന്ന, ഭക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന കാഴ്ചപ്പാട്. ഇത് നാലും ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് കേരളം അതിനോട് പ്രതികരിച്ച രീതിയാണ്. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ രാമഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ പരിഗണിക്കുന്നത്. വാൽമീകി രാമായണം 909 വള്ളത്തോൾ വിവർത്തനം ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്കൃതം എന്ന ഭാഷ കുലീനരുടെ മാത്രം ഭാഷയായി നിന്നൊരു കാലത്ത് അതിനെ പൊളിച്ചുകൊണ്ടാണ് ഭക്തി പ്രസ്ഥാനം പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപപ്പെട്ടു വന്നത്. ആ ഒരു ഊർജത്തിൽ നിന്നാണ് ആ വിവർത്തനം. പക്ഷേ ആ സമയത്ത് വള്ളത്തോളിന് ചെവി കേൾക്കായിക ബാധിര്യം വന്ന് പെട്ടപ്പോൾ ജാതി മേൽക്കോയ്മ അതിനോട് പ്രതികരിച്ചത് ഒരു ശൂദ്രൻ രാമായണം വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ ശിക്ഷയാണ്. അതിനോട് വള്ളത്തോൾ പ്രതികരിച്ചത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിന്റെ പോരാട്ട വീര്യം. വള്ളത്തോൾ പറഞ്ഞു, രാമായണം വിവർത്തനം ചെയ്തിട്ട് എൻ്റെ ചെവി പോയെങ്കിൽ ഞാൻ സാക്ഷാൽ ഋഗ്വേദം വിവർത്തനം ചെയ്യാൻ പോവുകയാണ്, എൻ്റെ കണ്ണ് പോയിക്കോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ പോരാട്ടത്തിൻ്റെ ഒരു ശബ്ദമുണ്ട്. ആ സമരശബ്ദമാണ്, സമരശക്തിയാണ് 2026 മലയാളി സമൂഹം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. രണ്ടാമത്, നേരത്തെ നമ്മൾ പറഞ്ഞ ജാതി മേൽക്കോയ്മയുടെ ഏറ്റവും അടിസ്ഥാന പ്രതീകത്തിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തിയത്, പ്രക്ഷോഭമെന്ന് തോന്നാത്ത മട്ടിൽ ശ്രീനാരായണ ഗുരുദേവനാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് സന്യാസം നൽകിയത് ബ്രിട്ടീഷുകാരാണ്. ആ ശ്രീരാമനും മറ്റുമായിരുന്നെങ്കിൽ ശംഭൂകന്റെ ഗതിയല്ലേ നമുക്ക് വരുമായിരുന്നത്. സത്യത്തിൽ അത് മേൽക്കോയ്മ ദേശീയതക്കെതിരെ നടന്ന ഏറ്റവും വലിയ ചുവടുവെപ്പാണ്. മൂന്നാമത്തേത്, ശ്രീനാരായണ ഗുരുവിൻ്റെ ചുവട് പിടിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ, മലയാളത്തിൻ്റെ, ഇന്ത്യയുടെ മാസ്റ്റർ ജീനിയസ് എന്ന് വിളിക്കാവുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ ഒരു സമയത്ത് സീത പറയുന്നുണ്ട്, സത്യത്തിൽ അത്ര അനിവാര്യമായ ഒരു സന്ദർഭത്തിലൊന്നുമല്ല, എന്നിട്ടും പറയുന്നുണ്ട്, നിരുപിക്കിൽ മയക്കി ഭൂപനെ തരുണീ പാദജ ഗർഹിണി സ്മൃതി. സ്മൃതികൾ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ജാതി മേൽക്കോയ്മയുടെ ഭരണഘടനയായ മനുസ്മൃതി വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ദേശീയതാ സങ്കല്പം വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. നാലാമത്തേത്, ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഭാഗമായി കോട്ടയത്ത് SNDPയുടെ സമ്മേളനം നടക്കുമ്പോൾ 1926 28 ആണ് മദൻ മോഹൻ മാളവ്യ സദസ്സിനോട് ശ്രീരാമദേവന് സിന്ദാബാദ് വിളിക്കാൻ പറഞ്ഞപ്പോൾ സഹോദരൻ അയ്യപ്പൻ അടക്കമുള്ളവർ ചോദിച്ചു, ഏത് ശ്രീരാമനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ശംഭൂകനെ കൊന്ന ശ്രീരാമനാണോ? അവർ രാവണന് സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് അതിനെ എതിരിട്ടത്. അഞ്ചാമത്തേത് നമ്മൾ കാണുന്നത് 961 കേരളത്തിൽ PT ചാക്കോ ഡ്രമാറ്റിക് പെർഫോമൻസ് ആക്ട് അവതരിപ്പിച്ചപ്പോൾ വീണ്ടും ഇതിഹാസങ്ങളും പുരാണവും ചർച്ചയായി. അതിനു മുമ്പ് ഞാൻ വിട്ടുപോയ ഒന്ന്, അഞ്ചാമത്തേതായി ഞാൻ ഉൾപ്പെടുത്തുന്നത് കേശവദേവിൻ്റെ ഒരു അഭിപ്രായ പ്രകടനമാണ്. അദ്ദേഹം രാമായണവും മഹാഭാരതവും ചുട്ടുകരിക്കാൻ ആഹ്വാനം ചെയ്തു. സത്യത്തിൽ ഇത് ഇടതുപക്ഷത്തിന്റെ, കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിൽ കെട്ടിവെക്കാൻ പലരും ശ്രമിച്ചെങ്കിലും വളരെ കൃത്യമാണ്. കേശവദേവ് ആര്യ സമാജത്തിന്റെ, ഹിന്ദുമതത്തിലെ തന്നെ ജാതി മേൽക്കോയ്മക്കെതിരെ പ്രതികരണം നടത്തിയ ആര്യ സമാജിന്റെ കാഴ്ചപ്പാടാണ് കേശവദേവ് മുന്നോട്ട് വെച്ചത്. അതാണ് അഞ്ചാമത്തേത്. ആറാമത്തേത് ഞാൻ സൂചിപ്പിച്ചു, 961
PT ചാക്കോ അവതരിപ്പിച്ച ഡ്രമാറ്റിക് പെർഫോമൻസ് ആക്റ്റാണ്. അതിലും സൂക്ഷ്മതലത്തിൽ അന്ന് കേരള അസംബ്ലിയിൽ നടന്ന സംവാദങ്ങൾ പരിശോധിച്ചാൽ മേൽക്കോയ്മ ദേശീയത തന്നെയാണ് അവിടെ പ്രശ്നവൽക്കരിക്കപ്പെട്ടത് എന്ന് കാണാൻ പറ്റും. അതിനുശേഷം നമ്മുടെ കാലിനടിയിലൂടെ മണ്ണ് എത്രയോ ഒലിച്ചു പോയി. നമ്മൾ പൊരുതി നിന്നവരാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ മേൽക്കോയ്മ ദേശീയതയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ സമരോത്സുകമായി നിവർന്നു നിന്ന കേരളത്തെ സംഘപരിവാറിന്റെ കാഴ്ചപ്പാടിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ കേരളം പ്രതികരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വന്ദേ മാതരം ചൊല്ലണോ വേണ്ടയോ എന്നുള്ളതല്ല തർക്കപ്രശ്നം. മറിച്ച് പിൽക്കാലത്ത് ആനന്ദമഠം രചനയുടെ വേളയിൽ വന്ദേ മാതരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട, അവിടെയും നമ്മൾ അമർത്തി പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ അഭിമാനമാണ് തീർച്ചയായിട്ടും ബങ്കിംചന്ദ്ര ചാറ്റർജി. ബംഗാളി ഭാഷ പരിഷ്കരിക്കുന്നതിനടക്കം ബ്രിട്ടീഷ് ആംഗലേയ സ്തുതിക്കെതിരെ ഒക്കെ അദ്ദേഹം പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സമാഹരിത പ്രബന്ധങ്ങളിൽ എഫമിനൈറ്റ് ഹിന്ദുസ്, അതായത് സ്ത്രൈണവൽക്കരിക്കപ്പെട്ട ഹിന്ദുക്കൾ എന്ന ഒരു ബ്രിട്ടീഷ് ആശയം കരുത്തില്ലാത്ത, അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് അടക്കി ഭരിക്കാൻ പാകത്തിലുള്ള, ഒരു പക്ഷേ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആനന്ദമഠം എഴുതിയപ്പോൾ അതിൽ വന്നുപെട്ടത്, അവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യക്കാർ ഏറ്റവും വലിയ സമരം നടത്തുമ്പോൾ, ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തുമ്പോൾ ബ്രിട്ടീഷുകാർ മജിസ്ട്രേറ്റാക്കി നിയമിച്ച ഒരാളാണ്. നമ്മൾ ഓർക്കണം, ബ്രിട്ടന്റെ അധിനിവേശത്തെ ഇന്ത്യൻ ജനത വിചാരണ ചെയ്യുമ്പോൾ ആ ഇന്ത്യൻ ജനതക്കെതിരെ വിധി കൽപ്പിക്കാൻ ബ്രിട്ടീഷുകാരാൽ നിയോഗിക്കപ്പെട്ട ഒരു മജിസ്ട്രേറ്റായി അദ്ദേഹം മാറുന്നു. അദ്ദേഹത്തിന് മജിസ്ട്രേറ്റ് പദവിയിൽ നിന്ന് 1894 വിരമിക്കുമ്പോൾ റായ് ബഹദൂർ ബിരുദം നൽകി ബ്രിട്ടീഷുകാർ ആദരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആനന്ദമഠത്തിലെ ബ്രിട്ടീഷ് സ്തുതി, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ നാഗരിക ജനതയാണ്, ധീരരാണ്, അവർ ഓടില്ല. എന്നാൽ മുസ്ലിങ്ങൾ ഭീരുക്കളാണ്, മൊട്ടത്തയ്യാർ, താടിവാലകൾ. നിരവധി പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കൃത്യമാണ്. മാത്രമല്ല, ഈ നോവൽ രചനയിൽ സംഭവിച്ച ഒരു അട്ടിമറിയും നമ്മൾ ഓർമ്മിച്ചെടുക്കണം. അട്ടിമറി എന്ന് പറയുന്നത്, ഈ നോവൽ എഴുതപ്പെടുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 870 ബംഗാൾ ക്ഷാമമാണ്. ആ ക്ഷാമത്തെക്കുറിച്ച് ഈ നോവലിൽ ഒരു വാചകമുണ്ട്, ആരും കൊള്ളക്കാരായി പോകും. അത് സത്യത്തിൽ ബംഗാൾ ക്ഷാമത്തിന്റെ ഒരു രൂക്ഷത നമ്മെ ബോധ്യപ്പെടുത്താൻ സഹായകമാണ്. എന്നാൽ ബംഗാൾ ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട നികുതി വർധനവിനും അതിനു മുമ്പ് തന്നെ തുടർന്നു പോരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ക്രൂരതക്കുമെതിരെ ഇന്ത്യയിൽ സാമുദായിക മൈത്രിയുടെ ഉരുക്ക് പോലെ ഉറച്ച അത്യുജ്വലമായ ഒരു സമരം ഉയർന്നു വന്നു. അതാണ് ഫക്കീർ സന്യാസി റബല്യൻ എന്നറിയപ്പെട്ടത്. അത് നമ്മുടെ ചരിത്രത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ ഏറ്റവും ഗംഭീരമായൊരു മാതൃകയായിരുന്നു. അതിൽ ഫക്കീറുകൾ എന്ന് പറയുന്ന മുസ്ലിം സൂഫികളും സന്യാസികൾ എന്ന് പറയുന്നവരും, അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി വാറൻ ഹേസ്റ്റിംഗ് ഫക്കീർ സന്യാസികൾ എന്നാണ് അവരെ വിളിച്ചത്. അതായത് മതവിഭജനത്തിന് പകരം ഐക്യപ്പെട്ട് നടത്തിയ ഒരു സമരമുണ്ട്. എന്നാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എഴുതപ്പെട്ടപ്പോൾ അതിൽ ഫക്കീറുകളില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ബ്രിട്ടീഷുകാർക്ക് ബയണറ്റ് കൊണ്ട് തകർക്കാൻ കഴിയാത്ത ഐക്യം ജാതി മേൽക്കോയ്മയുടെ കാഴ്ചപ്പാടിൽ രൂപപ്പെട്ട ഒരു നോവൽ എഴുത്തുകൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജിക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വേണ്ടി സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ഓർമ്മിക്കേണ്ട മറ്റൊരു മഹത്തായ സമരമാണ് 1857 സമരം. ഇങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ, ബ്രിട്ടീഷ് വിരുദ്ധതയുടെ, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിന്റെ സമരങ്ങളെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ടാണ് ജാതി മേൽക്കോയ്മ ആശയങ്ങളും ബ്രിട്ടീഷ് സ്തുതിയും ഉൾപ്പെട്ട ആനന്ദമഠം. ആ ആനന്ദമഠത്തിലാണ് ദുർഗാസ്തുതിയും അതുപോലെ തന്നെ ജനായത്ത മതനിരപേക്ഷ മൂല്യങ്ങളോട് പൊരുത്തപ്പെടാത്ത ഭാഗങ്ങളും അടയാളപ്പെടുത്തപ്പെട്ടത്, എഴുതപ്പെട്ടത്.
എന്ന് ആലോചിക്കുമ്പോഴാണ് വന്ദേ മാതരം സംബന്ധിച്ച് ഫാസിസ്റ്റുകൾ വിവാദമാക്കാൻ ശ്രമിക്കുന്നതിനെ ആരോഗ്യകരമായ സംവാദമാക്കി ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്നവർ രൂപാന്തരപ്പെടുത്തേണ്ടത്, മാറ്റി തീർക്കേണ്ടത്. ഒരു കാര്യം അസന്നിഗ്ധമായി ജനായത്തത്തിന് പറയാൻ കഴിയണം. ജന്തർ മന്ദിർ സമരത്തിൽ ഉൾപ്പെടെ വന്ദേ മാതരവും ഭാരത് മാതായും ഇൻകുലാബും ആസാദിയും എല്ലാം ഒരുമിച്ച് തന്നെയാണ് നിന്നത്. ഐക്യപ്പെടുത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെല്ലാം ഒരുമിച്ച് നിൽക്കാൻ കഴിയും. എന്നാൽ ഫാസിസ്റ്റുകൾക്ക് ഐക്യപ്പെടുത്തലല്ല. ഭാരത് മാത ജന്തർ മന്ദിറിൽ മുഴങ്ങുമ്പോൾ അത് ഐക്യത്തിന്റെ ശബ്ദമാണ്. എന്നാൽ 2016 മഹാരാഷ്ട്രയിലെ അസംബ്ലിയിൽ ഗൗരവമായൊരു ചർച്ചയിൽ വാരിസ് പത്താൻ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഒരു BJP MLA രാംദാസ് കദം ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ ആക്രോശിച്ചത് ജനായത്തവുമായി യോജിക്കുന്നതല്ല. അതുകൊണ്ട് പ്രശ്നം ഭാരത് മാത അല്ലെങ്കിൽ ജയ് ശ്രീറാം അല്ലെങ്കിൽ വന്ദേ മാതരം എന്നതല്ല. അത് ഏത് പശ്ചാത്തലത്തിൽ ഏത് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏത് മൂല്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവതരിപ്പിക്കപ്പെടുന്നു, വേണ്ടി വിളിക്കപ്പെടുന്നു. ഒരാൾ തൻ്റെ ഉള്ളിലുള്ള അഗാധമായ ഭക്തിയുടെ ഭാഗമായി ജയ് ശ്രീറാം എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസമില്ലാത്തവർക്ക് പോലും അയാളുടെ ഭക്തിയോടെ ആദരവ് തോന്നും. എന്നാൽ അതിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ മേൽ ബലം പ്രയോഗിച്ച് വിളിക്കടാ എന്ന് അലറുമ്പോൾ സത്യത്തിൽ ജയ് ശ്രീറാമിന്റെ ആ മഹത്വം തന്നെയാണ് മലിനമാക്കപ്പെടുന്നത് എന്ന് ആഴത്തിൽ ഭക്തിയുള്ള മനുഷ്യർ മനസ്സിലാക്കും. അതുകൊണ്ട് മേൽക്കോയ്മ ദേശീയതയുടെ സകലവിധ ഇളകിയാട്ടങ്ങൾക്കുമെതിരെ ഉള്ള സമരങ്ങളാണ്, തുടർ സമരങ്ങളാണ്, ദീർഘമായ സമരങ്ങളാണ് ജനായത്തം മുന്നോട്ട് വെക്കേണ്ടത്. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് കൂടിയായ വൈലോപ്പിള്ളിൽ ശ്രീധരൻ മേനോനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.